ഗൈസ്, അങ്ങനെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സൂപ്പർ കപ്പ് നടക്കും എന്ന് പറയുന്ന ഒരു തരത്തിലേക്കാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മാർക്കസ് കൺഫേം ചെയ്യുന്നു ഭുവനേശ്വറിൽ, അതായത് ഒഡീഷയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുക എന്നുള്ള കാര്യങ്ങൾ. എന്താണെങ്കിലും നമ്മൾ ഖേൽനോവിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ, സൂപ്പർ കപ്പ് നടക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത്. അപ്പം അന്ന് നമ്മളൊരു വീഡിയോ സംസാരിച്ചതാണ്. അന്ന് പലരും ചോദിച്ചിരുന്നു ഇത് നടക്കുമോ, ഇനി സാധ്യതകളെ പറ്റി അന്ന് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വന്നിരുന്നു. അപ്പം ഞാനന്ന് പറഞ്ഞിരുന്ന കാര്യമാണ്, ഞാൻ കൂടി നമ്മുടെ സോഴ്സസ് വെച്ചിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പല റീസൺസ് ഉണ്ട്. കാരണം ഈ ഒരു സൂപ്പർ കപ്പ് നടത്താനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ അറിയാമല്ലോ പല കാര്യങ്ങളും എങ്ങനെയാണ് ഫെഡറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവസാന നിമിഷത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് ചെയ്യാൻ പലരും വില്ലിങ് അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗോവയാണ് ശക്തമായിട്ട് കേട്ടിരുന്നൊരു പേര് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഗോവ ഓൾറെഡി ഒരു ടൂർണമെൻറ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നല്ലോ ഈ ഒരു ISL ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പം അതുകൊണ്ട് അവർക്ക് അതൊരു ടൂർണമെൻറ്റ് നടത്താൻ അത്രമേലൊരു വില്ലിങ് അല്ലാത്ത സാഹചര്യമായിരുന്നു. അവന് ഉത്തരാഖണ്ഡ് കേട്ടൊരു പേരാണ്, പക്ഷേ നമുക്കറിയാം അതൊന്നും പോസിബിൾ ആകുന്ന കാര്യമല്ല എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയിൽ കിട്ടും, അതും നടക്കാത്ത സാഹചര്യം വന്നു. ഇപ്പം ഒഡീഷ തന്നെ ആണ് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നു. ഇപ്പോൾ ഒഡീഷയിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ ഗവൺമെൻറ് അല്ല, ആ ഒരു ഗവൺമെൻറ് ആയിരുന്ന സമയത്ത് വളരെ സ്പോർട്സിന് സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ ഇപ്പം അത്ര കണ്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എങ്കിലും ഈ പറഞ്ഞ പോലെ ഒഡീഷ തന്നെ അത് ഹോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സൂപ്പർ കപ്പിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്തൊരു വീഡിയോയ്ക്ക് ശേഷം രണ്ടാമതൊരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഒന്നെങ്കിൽ സൂപ്പർ കപ്പ് നടക്കില്ല, അല്ലെങ്കിൽ ഇതൊരു വഴിപാട് പോലെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫോർമാറ്റിലായിരുന്നു നടക്കാമെന്ന്. അപ്പം ആസ് പെർ റിപ്പോർട്ട്സ് ഏപ്രിൽ 15 തുടങ്ങി 27 അവസാനിക്കുന്ന വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫോർമാറ്റിലായിരിക്കും നടക്കുക എന്നുള്ളതാണ്. സോ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ ആൻഡ് ഫൈനൽ അങ്ങനത്തെ ഒരു ഫോർമാറ്റായിരിക്കും നടക്കുക. അതായത് 10 ദിവസത്തിൽ 15 മത്സരങ്ങൾ അടിച്ചു തീർത്ത് വിടുന്നൊരു രീതിയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം. എന്നാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അടുത്തൊരു ഊക്ക് ലോഡിങ് ആണോ എന്നുള്ളത് ഈ ടൂർണമെൻറ്റിലെ കാര്യങ്ങളൊക്കെ കണ്ടറിയാം. കാരണം അറിയാമല്ലോ സാധാരണ ഇത് ഇപ്പം ഒരു കപ്പ് കൂടി കൈവിട്ട് പോകുന്നു എന്നുള്ള സാഹചര്യമാണുള്ളത്. ISL പ്രതീക്ഷകളൊക്കെ അവസാനിച്ച നിലയ്ക്ക് ഇനി നമുക്ക് സൂപ്പർ കപ്പ് പ്രതീക്ഷ വെക്കാം. അതാണല്ലോ നമ്മുടെ ശീലം. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? കമ്പോസ് ചെയ്യാൻ വേണ്ടി സൈനിങ്.